ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൂളി മീനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. വായോ വീഡിയോയിലേക്ക്. നല്ല ടേസ്റ്റുള്ള ഫ്രൈ ചെയ്താലും കറി വെക്കാനും നല്ലതാണ്. ഒന്നുകൂടെ നല്ലത് ഫ്രൈ ചെയ്യാനാണ്. വളരെ കട്ടിയുള്ള മീനാണ്. ഇതിൻ്റെ തലയ്ക്കൊക്കെ നല്ല കട്ടിയുള്ള മീനാണ്. പക്ഷേ ഇതിന് നല്ല മുള്ളുള്ള മീനാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കും. വളരെ ശ്രദ്ധയോടെ കൊടുക്കുക. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമ്മളത് മുള്ള് കളഞ്ഞ് കൊടുക്കണം. വൃത്തിയാക്കിയെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ മീനിൻ്റെ വെട്ടുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ചെതുമ്പൽ കളയണം. ചെതുമ്പൽ കളഞ്ഞ് അതിൻ്റെ സൈഡിലെ രണ്ട് സൈഡിലെയും മുള്ളുകളെല്ലാം കത്രിക കൊണ്ട് കണ്ടിച്ച് കളയുക. വാല പിന്നെ അതിൻ്റെ തല നമ്മൾ കത്രിക കൊണ്ട് കണ്ടിക്കാൻ പറ്റുമെങ്കിൽ കത്രിക കൊണ്ട് കണ്ടിക്കുക, അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കണ്ടിക്കണം. നല്ല കട്ടിയാണ് അതിൻ്റെ തലയ്ക്ക്. എന്നിട്ട് അതിൻ്റെ അകത്തെ വേസ്റ്റെല്ലാം എടുത്ത് കളയണം. കളഞ്ഞിട്ട് നല്ല ഇതായിട്ട് കഴുകി ഒരു 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയായിട്ട് എടുക്കണം. എടുത്ത ശേഷം നമ്മൾ നല്ലപോലെ അത് മീൻ വരഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് എടുത്ത് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മീൻ വെട്ടിയെടുത്ത ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുരുമുളക് അതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം. 1 കിലോ മീനിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇപ്പം ഉച്ചയ്ക്ക് വറുക്കാനുള്ള കുറച്ച് മീൻ എടുത്തിട്ട് മുളക് പൊടി ചേർത്ത് ഇത് മസാല പുരട്ടി എടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണ ഒഴിച്ച് മസാല ഒന്ന് കുഴച്ച ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പേസ്റ്റ് ഇതെല്ലാം കൂടെ അതിലേക്ക് പുരട്ടി കൊടുക്കണം. വരഞ്ഞ മീനിലേക്ക് പുരട്ടി കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പുരട്ടി നല്ലപോലെ മസാല അത് പുരട്ടി ഒരു 15 മിനിറ്റ് വെക്കണം. 15 അരമണിക്കൂർ വെച്ചിട്ട് ഇത് പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കെടുത്ത് വറുത്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അന്നേരം അതിൻ്റെ എരിവും ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം. പച്ചക്കുരുമുളക് അരച്ച് വേണേലും ചേർക്കാം. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ മീൻ വറുക്കുന്ന സമയത്ത് നമുക്ക് പച്ചക്കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഇന്ന് ഉണക്കമുളകാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ കുരുമുളക് ചേർത്ത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും ഒക്കെ ചേർത്ത് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് കൊടുത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇന്ന് പിന്നെ ഞാൻ കരിവേപ്പില ഇട്ടില്ല, അല്ലാതെ തന്നെ ഫ്രൈ ചെയ്യുമായിരുന്നു. ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓരോന്ന് വെച്ച് ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരട്ടെ. ചെറുതീരിരുന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. കരിയാതെ വളരെ ശ്രദ്ധയോടെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതീരിരുന്ന് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറുവശം കൂടെ ഫ്രൈ ആയി വരട്ടെ. വളരെ സാവകാശത്തിൽ തിരിച്ചിടണം, അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പിന്നെ കാണാം.